ആടിനെ വെട്ടിക്കൊണ്ട് സന്തോഷ പ്രകടനം നടത്തുന്നു മുസ്ലിം ലീഗ്. നമ്മൾ ഈ ആടിനെ വെട്ടുക, കോഴിയെ വെട്ടുക എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ദുരാചാരമാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം ലീഗ് നടത്തുന്നത്. ഇത് എന്തിനാണ് ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം? അല്ല, അത് ഈ മനുഷ്യരിൽ ഭയം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലീഗ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജീവനുള്ള ഒരാളിനെ പ്രകടനത്തിൻ്റെ മുന്നിൽ നിർത്തുക, അങ്ങനെ മുന്നിൽ നിർത്തിയതിന് ശേഷം ഈ ആടിനെ നടു റോട്ടിൽ വെച്ച് മാലോകരെല്ലാം കണ്ടിരിക്കെ അതിൻ്റെ കഴുത്ത് വെട്ടുക, എന്നിട്ട് ആ കഴുത്തും പിടിച്ചുകൊണ്ട് പ്രകടനം മുന്നോട്ട് പോവുക. ഇത് കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ആകെ ഇതിന് തത്തുല്യമായിട്ടുള്ളൊരു കാര്യമുള്ളത്, ആ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഈ ബീഫിന് വേണ്ടി ഒരു പശുക്കുട്ടിയെ പരസ്യമായിട്ട് റോട്ടിൽ വെച്ച് വെട്ടിയിട്ട് ബീഫ് വിതരണം നടത്തിയതായിട്ടറിയാം. റിജിൽ മാക്കുറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ മാന്യൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി വരുന്നത് മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗുകാർ എന്തിനാണെന്ന് വെച്ചാൽ, ആട് ഒരു പ്രതീകമാണ്. എന്നുവെച്ചാൽ നിശബ്ദ ജീവിയാണ്, ആരെയും ഉപദ്രവിക്കാൻ പോകാത്തൊരു ജീവിയാണ്. ആ ആരെയും ഉപദ്രവിക്കാൻ പോകാതെ ഇരിക്കുന്ന അതൊരു ഹിന്ദുക്കളുടെ ഒരു പ്രതീകമായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ ആ മാണ് ഞങ്ങൾ വെട്ടിക്കൊല്ലും എന്ന സന്ദേശം കൂടി നൽകി നമ്മൾ മനുഷ്യരിൽ ഭീതി ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അല്ലെങ്കിൽ പിന്നെ ആരും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മതേതര പാർട്ടി എന്ന് പേരെടുത്തിരിക്കുന്ന ലീഗാണല്ലോ, ആ ലീഗാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ അരിയും മലരും കുന്തിരിക്കവും കണ്ടു, അമ്പലനടയിൽ പച്ചയ്ക്ക് കത്തിക്കുമെന്നുള്ളതും കേട്ടു. അതിനുശേഷം വന്നിരിക്കുന്നതാണിത്. അല്ല, ഇത് അവർ ജയിച്ചു. ആ ജയിച്ച ആഹ്ലാദ പ്രകടനത്തിൽ അവർ കാണിക്കുന്നത് എന്താണ്? നിരുപദ്രവകാരിയായി ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയെ മുന്നിൽ നടത്തി വെട്ടിക്കൊണ്ട് അതിൻ്റെ തലയെടുത്ത് പ്രകടനം നടത്തുകയാണ്. ഇതിനെ അപരിഷ്കൃതം എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ആരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളായ തങ്ങൾമാരും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവരും മുസ്ലിം ലീഗിന് വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ, മാധ്യമങ്ങളിലേക്ക് ഇരുന്ന മാപ്രകൾ. അവരും ഇതിന് മറുപടി പറയേണ്ടതാണ്. അല്ലാണ്ട് അവർക്കൊന്നും ഇതിനകത്ത് ഒളിച്ചു പോകാനായിട്ട് സാധ്യമല്ല. അവരെല്ലാവരും പറയുന്നത് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നാണ്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയേ അല്ല, അത് സമ്പൂർണ്ണമായിട്ടും തെറ്റാണ്. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് തന്നെ മുസ്ലിങ്ങളുടെ താല്പര്യം. 1906 ഡിസംബർ 30 ഇതുണ്ടാക്കുന്നത് കോൺഗ്രസ് ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്നും മുസ്ലിങ്ങൾക്ക് വേറെ പാർട്ടി വേണമെന്നും ആ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും, ആ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം രാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കലാണ്. അതെന്തെങ്കിലും കാരണവശാൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ചെയ്യേണ്ട ചില നിബന്ധനകൾ വെച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ പോകുമ്പോൾ രാജ്യം മുസ്ലിങ്ങളെ ഏൽപ്പിക്കണം. കാരണം ബ്രിട്ടീഷുകാർ വരുമ്പോൾ മുസ്ലിം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. ഇനി അഥവാ ഇത് ഹിന്ദുക്കൾക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ടാക്കി വിഭജിച്ചിട്ട് ഒരു പാകിസ്ഥാനും ഒരു ഇന്ത്യയും ഉണ്ടാക്കണം. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ രാജ്യത്തിലേ ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ സംഘടനയാണ് മുസ്ലിം ലീഗ്. 1947 ഓഗസ്റ്റ് 14 വരെ മുസ്ലിം ലീഗ് ഇതേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു. പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും 3 ലീഗുകൾ വന്നു. ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, 2 പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, 3 അവാമി ലീഗ് എന്നും പറഞ്ഞിട്ട് ബംഗ്ലാദേശിലൊരു ലീഗ് വന്ന്. അങ്ങനെ 3ആയിട്ട് മാറി. അങ്ങനെ 3ആയിട്ട് മാറിയപ്പോഴും അവരുടെ ലക്ഷ്യം മാറിയിരുന്നില്ല. ലക്ഷ്യം അത് തന്നെയായിരുന്നു, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണ്. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ വിജയം കിട്ടി, 100-ലേറെ സീറ്റുകൾ നേടി മുസ്ലിം ലീഗും അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ 22 പേരെ ജയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഫോഴ്സായിട്ട് വന്നപ്പോൾ, ഇനി ഞങ്ങളുടെ ഭരണമാണ് വരാൻ പോകുന്നത്, ഞങ്ങളുടെ ഭരണത്തിൻ കീഴിൽ നിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണം, അല്ലെങ്കിൽ ഈ ആടിൻ്റെ തല വെട്ടിയ രീതിയിൽ
ഞങ്ങൾ ഈ ഹിന്ദുക്കളുടെ തല വെട്ടും എന്ന സന്ദേശമല്ലേ അവരിത് കൊടുക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 921 സമാനമായ അല്ല, സംഭവം. അതിനേക്കാൾ ഭീകരമാണ് ഈ അവസ്ഥ. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു ആടിനെ കൊണ്ടുപോയിട്ട് ആ ആടിനെ വെട്ടി എന്തിനാ അവരിത് ചെയ്തതെന്നുള്ള കാര്യം അവർ വിശദീകരിക്കട്ടെ. ജനാധിപത്യ രാജ്യമല്ലേ, അവർ വിശദീകരിക്കട്ടെ. ഒരുപക്ഷെ അവർ പറയുമ്പോൾ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് വിലയിരുത്തി കളയും. അല്ല, എല്ലാം ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കാര്യത്തെക്കുറിച്ച് മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന VD സതീശൻ, അദ്ദേഹം സാംസ്കാരിക നായകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം. കേരളത്തിലെ സാംസ്കാരിക നായകർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതാണ്. കാരണം അവരൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അവർ പ്രതികരിക്കേണ്ടതല്ലേ. കാരണം ഈ കോഴിവെട്ടും ആടുവെട്ടുമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അത് ചില മതങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ നമ്മുടെ നവോത്ഥാന കാലം പിണറായിയുടെ നവോത്ഥാനമല്ല, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന കാലം. ആ നവോത്ഥാന കാലം വന്നപ്പോൾ കേരളത്തിന് നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സന്യാസി വര്യന്മാർ, ആ സന്യാസി വര്യന്മാർ ഇത് അനാചാരമാണ് എന്ന് കണ്ട് അത് മാറ്റി. അങ്ങനെയാണ് കോഴിവെട്ടും പിന്നെ ഈ ആടുവെട്ടും ഒക്കെ ഇല്ലാതെയായത്. പിന്നീട് കോഴിവെട്ടും ആടിവെട്ടും പൂച്ചയുടെ തലവെട്ടും ഒക്കെ വന്നത് ആഭിചാരങ്ങൾ ചെയ്യുന്നവരുടെ അടുത്താണ് വന്നത്. മന്ത്രവാദം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയും മന്ത്രവാദത്തിലൂടെ എളുപ്പത്തിൽ ക്രിയ ചെയ്ത് കാര്യം കാണാൻ വേണ്ടി ശ്രമിക്കുന്നവർ മന്ത്രവാദികളുടെ അടുത്ത് പോവുകയും ചെയ്തപ്പോൾ ആ മന്ത്രവാദികൾ ചെയ്തു എന്നല്ലാതെ വേറെ ആരും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ രാഷ്ട്രീയ മന്ത്രവാദമാണ് ലീഗ് ചെയ്തിരിക്കുന്നത്. വെറുതെ അല്ല, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ആ ഗൗരവമുള്ളൊരു വിഷയത്തോട് ഇവരുടെ സമീപനം എന്താണെന്ന് അറിയണം. കാരണം ഇത്തരത്തിൽ കേരളത്തിലാണ് സംഭവിക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം താനൂര് അവിടെ വേറെ മുസ്ലിങ്ങളല്ലാത്ത വേറെ ഹിന്ദുക്കളില്ല. അവരെങ്ങനെ സമാധാനത്തോടുകൂടി അവിടെ ജീവിക്കും? എറണാകുളത്ത് ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാന്ന് വെക്കാം. പക്ഷേ മലബാറിൽ മുസ്ലിം കേന്ദ്രീകൃതമായ പ്രദേശത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് എന്ത് സന്ദേശമാണ് ആടിൻ്റെ തല വെട്ടിക്കൊണ്ട് ഇവർക്ക് കൊടുക്കാനുള്ളത്? ഇത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അറിയാതെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ അറിവും സമ്മതത്തോടും കൂടി മാത്രം നടന്നിരിക്കുന്ന ആഹ്ലാദ പ്രകടനത്തിലാണ് ഈ കഴുത്തുവെട്ട് നടന്നിരിക്കുന്നത്. ആടിൻ്റെ കഴുത്ത് വെട്ടിയിട്ട് വിജയാഹ്ലാദം നടത്തുന്ന ഒരു രീതി, ബലി കൊടുക്കുകയല്ലേ, ബലി കൊടുത്തിട്ട് വിജയാഹ്ലാദം നടത്തുകയല്ലേ. എന്നിട്ട് ആ ആടിൻ്റെ തല തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. ആ തൂക്കി പിടിച്ചുകൊണ്ട്. അപ്പോൾ എന്ത് പ്രാകൃതരാണ് ഈ മുസ്ലിം ലീഗുകാർ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവർ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത വിധം പ്രാകൃതമായ മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ് അവർ. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ. മൃഗങ്ങളുടെ അവകാശത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങളുണ്ട്. മൃഗങ്ങളെ വെറുതെ കൊല്ലാനും പാടില്ല. ആടിനെ കൊല്ലണം, പശുവിനെ കൊല്ലണം, അല്ലെങ്കിൽ എരുമയെ കൊല്ലണം എന്നുണ്ടെങ്കിൽ സ്ലോട്ടർ ഹൗസിൽ വെച്ചിട്ടാണ് കൊല്ലുന്നത്. അതും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിജയാഹ്ലാദ പ്രകടനം കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തെ കൊല്ലാൻ നമ്മുടെ നാട്ടിലെ നിയമം സമ്മതം നൽകിയിട്ടില്ല. ആഹാരത്തിന് വേണ്ടിയാകാം, ഇത് ആഹാരത്തിന് വേണ്ടിയല്ല. ഒരു രാഷ്ട്രീയ കക്ഷിക്ക് തെരഞ്ഞെടുപ്പിൽ 22 സീറ്റ് കിട്ടിപ്പോയി. ആ 22 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടിയതിൻ്റെ അഹങ്കാരം മാത്രമല്ല, ബാക്കിയുള്ള നിശബ്ദരായി ജീവിക്കുന്ന മനുഷ്യരുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കാമെന്ന ദുർമോഹം കൂടി ഇതിനകത്തുണ്ട്. ഇതിനവർ മറുപടി പറയണം. മറുപടി പറയാതെ പാണക്കാട് തങ്ങന്മാർ വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ അരി ഓതി കൊടുത്ത് ചില്ലറ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതിന് മറുപടി പറയണം. അവരാണെങ്കിൽ ലെബനിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ, മലയാളികളൊന്നുമല്ല അവർ, ലെബനിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ളവരാണ്. ലെബനനിൽ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനത്തിൽ ആടിനെ കൊല്ലുന്ന പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലെബനനിൽ ഇവർ ലെബനനിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറി പാർത്ത് നിൽക്കുന്ന കക്ഷികളാണ് ഇവിടെ. അല്ലാണ്ട് ഇവർ ഇവിടുത്തുകാരല്ല, കുടിയേറ്റക്കാരാണ്. കുടിയേറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2-ാം ദിവസം ഈ രാജ്യത്തിന് മുസ്ലിം ലീഗ് നൽകുന്ന സന്ദേശം, ഞങ്ങൾക്ക് 22 സീറ്റുണ്ട്, ആ 22 സീറ്റ് വെച്ച് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത് ഞങ്ങളാണ്,
അങ്ങനെ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുക, ഇല്ലെങ്കിൽ കഴുത്ത് വെട്ടും എന്ന സന്ദേശമാണ് താനൂരുള്ള ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. താനൂർ വേറെ ആൾക്കാരുണ്ടല്ലോ, ഇവർ മാത്രമല്ലല്ലോ ഉള്ളത്. അവർക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം ഇതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രകടനം നടത്തുന്നത് എന്തിനാണെന്നുള്ള കാര്യം അവർ പറയട്ടെ, ഇത് പറയണ്ടേ? അതെ. അതെന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ UDF നേതാക്കളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും സാംസ്കാരിക ലോകവും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നവോത്ഥാനം നടപ്പിലാക്കാൻ നിയുക്തരാക്കപ്പെട്ടവരാണല്ലോ. ഉം. ഇതാണോ അവർ കാണുന്ന നവോത്ഥാനം? അവർ പറയട്ടെ.